ഹലോ എവരിവൺ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നമ്മുടെ രണ്ടാംകൃതി സമവാക്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഭാഗങ്ങളായിരുന്നു. നമ്മളതിൽ ആദ്യത്തെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വർഗ്ഗത്തികവ് എന്ന് പറഞ്ഞ ആ ഒരു വഴി നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് വർഗ്ഗത്തികവ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് പറഞ്ഞു. അതിലെങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? നമ്മൾ നമ്മളിന്ന് അതിനോട് കുറച്ചുകൂടി കുറച്ചുകൂടി ആ രീതിയിലുള്ള കുറച്ചുകൂടി ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പം ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ തന്നെയാണ്. ടെക്സ്റ്റിൽ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചെയ്ത ചോദ്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളോട് കുറച്ച് വർക്കൊക്കെ പറഞ്ഞിരുന്നു. ആ വർക്കൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ദെൻ ആ സ്ക്വയർ റൂട്ട്സൊക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായി പഠിക്കുന്നുണ്ടല്ലോ. കൃത്യമായി പഠിക്കണേ. നമ്മളെന്തിനാണ് 30 വരെയാണ് പറഞ്ഞത് അല്ലേ? 30 വരെ നമുക്ക് പഠിക്കണം. ശേഷം നമുക്ക് എന്ത് ചെയ്യണം? 50 വരെ പഠിക്കണം. അപ്പോൾ 30 വരെ ആദ്യം തറവാക്കി വെക്കുക. ഒരാഴ്ച സമയം ഞാൻ തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? 50 വരെയുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. ദെൻ 86-ാം പേജിൽ എല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. 86-ാമത്തെ പേജിലെ ഒരു ചോദ്യം കാണാം. അഞ്ചാമത്തെ ചോദ്യം കാണാം. ആ 5-ാമത്തെ ചോദ്യമാണ് നമ്മളൊന്ന് ചെയ്യാൻ നോക്കുന്നത്. ചോദ്യം ഞാനൊന്ന് വായിക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ടെക്സ്റ്റ് നോക്കി വെക്കേണ്ടതാണ്. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കണം. ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. ഉയരം എന്തായിരിക്കണം? പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആയിരിക്കണം. പരപ്പളവ് 12 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. ദെൻ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കും? ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ രീതിയിലുള്ളൊരു ത്രികോണം നമുക്ക് ഉണ്ടാക്കട്ടെ. ഇതൊരു വെറും ത്രികോണമാണോ? അല്ല. എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണല്ലേ പറഞ്ഞത്. ആ സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദം ഇതെന്താണ്? ഉയരം. ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനം തന്നെയാണല്ലേ. ഇനി ഇവ തമ്മിലൊരു ബന്ധം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബന്ധം? ഉയരം എന്ന് പറയുന്നത് പാദത്തേക്കാൾ 2 മീറ്റർ കുറവാകണം. ഉയരം എന്തായിരിക്കും? പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. സപ്പോസ് ഞാനിവിടെ ഈ പാദം ഞാൻ എന്താക്കിയെടുത്തു? എക്സ് എന്നെടുത്തു. പാദം ഞാൻ എന്താക്കിയെടുത്തു? എക്സ് എന്നെടുത്തു. അപ്പോൾ ഉയരം എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ. എന്താ നമ്മളോട് പറഞ്ഞ ബന്ധം? ഞാൻ ഒന്നുകൂടി വീണ്ടും വായിക്കുകയാണ്. ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. പാദം എത്രയാണ്? പാദം 10 10നേക്കാൾ 2 മീറ്റർ കുറഞ്ഞിട്ട് എത്രയായിരിക്കും? 8 ആയിരിക്കണം. പാദം 20 ആയിരുന്നെങ്കിൽ 18 ആയിരിക്കണം. ഇവിടെ പാദം നമ്മൾ എന്താക്കിയെടുത്ത്? എക്സ് ആക്കിയല്ലേ എടുത്ത്. അപ്പോൾ ഉയരം എന്തായിരിക്കും? എന്തായിക്കടാ? യെസ്, എക്സ് മൈനസ് 2. ഇനി നമ്മളോട് എന്താ പറഞ്ഞതിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട് അല്ലേ? പരപ്പളവ് എത്രയാണ്? 12 പരപ്പളവ് അല്ലേ? നമുക്കൊന്ന് ചെയ്യാനാകും നോക്കുക. അപ്പോൾ തന്ന കാര്യങ്ങൾ ആദ്യം ഇതാണ്. നമ്മൾ എന്താക്കിയെടുത്തു? പാദം എന്താക്കിയെടുത്തു? എക്സ് എന്നെടുത്തു. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ ഈ എക്സ് ആക്കി എടുക്കുന്നത്, എന്താണോ എക്സ് അല്ലെങ്കിൽ വൈ, അങ്ങനെ ഏത് വേരിയബിളാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചരത്തിൽ ഏതാണ് നിങ്ങളൊരു ചരമാക്കി എടുക്കുന്നത്, ഏതാണ് എക്സ് ആക്കി എടുക്കുന്നത് വെച്ചാൽ അതെന്താണെന്ന് കൃത്യമായി നിങ്ങളവിടെ കാണിച്ചിരിക്കുന്നത്, കൃത്യമായി എഴുതി വെച്ചിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം കൃത്യമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇവിടുന്ന് ഒരു തുടക്കമില്ലാതെ എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതി പോകരുത്. എന്താണ് കൃത്യമായിട്ട് എക്സ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ എഴുതി വെക്കണം കേട്ടോ. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് എക്സ് കൊണ്ട് എന്നുള്ള എഴുതി വെക്കണം. ആൻഡ് അവസാനിക്കുമ്പോൾ അതിനൊരു വില കിട്ടുമല്ലോ, ആ വിലയും കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിലൊക്കെ വെച്ചാൽ അത് എന്ത് ചെയ്യാം, അല്ലാതെ ചെയ്യാനും നിങ്ങൾ കൊണ്ട് എഴുതിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ തന്നെത്താനെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? പാദം എക്സ് ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഉയരം എന്തായിരിക്കും? യെസ്, എക്സ് മൈനസ് 2. പാദത്തിനേക്കാൾ 2 മീറ്റർ കുറവാണല്ലോ. അപ്പോൾ ഇത് എക്സ് മീറ്റർ, ഇത് എക്സ് മൈനസ് 2 മീറ്റർ. ദെൻ പരപ്പളവ് എത്ര തന്നിട്ടുണ്ട്? പരപ്പളവ് എത്ര തന്നിട്ടുണ്ട്? 12 മീറ്റർ സ്ക്വയർ അല്ലേ? ഓക്കെ. ഇത്രയും കിട്ടി. ഇനി ഇവ മൂന്നും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കുക? ഈ 3 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 അളവുകളും തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മളൊരു സമവാക്യത്തിലേക്ക് എത്തിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സമവാക്യത്തിലേക്ക് എത്തിക്കുന്നതിലാണ് ഇതിൽ കാര്യം. എത്തിച്ചതിന് ശേഷമുള്ള മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്ത് ഈ ഒരു മാർഗം നമുക്ക് താനേ വന്നോളൂ. ഓക്കെ. അപ്പോൾ ഇതിവിടെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? ഒന്ന് നോക്കിയാൽ പാദം അറിയാം, ഉയരം അറിയാം, പരപ്പളവ് അറിയാം.
ഇവ മൂന്നും തമ്മിൽ ബന്ധിപ്പിക്കണം. എങ്ങനെ ബന്ധിപ്പിക്കുക? യെസ്, പാദവും ഉയരവും ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ കണ്ടുപിടിക്കുക, പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലേ? എങ്ങനെയാ പരപ്പളവ് കണ്ടുപിടിക്കുക? അര ബി എച്ച് സമം എന്താണ് നമ്മൾ കണക്കാക്കൽ? പരപ്പളവ്, ഏരിയ അല്ലായിരുന്നോ അല്ലേ? അര ബി എച്ച് പരപ്പളവ് ഏരിയല്ലോ, ഇവിടെ ബി എച്ച് ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അത് അതിന് പകരം കൊടുത്തു നോക്കാം. അര ഇൻറ്റു ബി എത്രയാ? പാദം എക്സ് ആൻഡ് ഉയരം എത്രയാ? എക്സ് മൈനസ് 2 സമം പരപ്പളവ് എത്രയാ? 12. എന്ത് ചെയ്യും? 1/2 വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടേ കൊണ്ടുപോകാം അല്ലേ? 1/2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 2 ആവൂലേ? നേരെ തിരിഞ്ഞു പോകൂലേ? അത് 2 ഹരിക്കണ്ണാണ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണ്ടാവും. ഒന്ന് പിന്നെ നമുക്ക് അവിടെ നിന്നൊന്നും പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 12 ഗുണിക്കണം 2, അതായത് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഇനി ബാക്കി ചെയ്യാറുണ്ട് നമുക്ക്. ബാക്കി എന്തിക്കുക? ഇതിനുള്ളിലെടുത്ത് ഗുണിക്കുക, ബ്രാക്കറ്റിനുള്ളിലുള്ള ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, അങ്ങനെയാണ് ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളെടുത്ത് ഗുണിക്കുക, പുറമെല്ലാം കൊണ്ട് ഗുണിക്കുക, ഓരോന്നിനെ കൊണ്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു എക്സ് എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2 2x, എക്സ് ഇൻറ്റു 2 2x സമം എത്രയാണ്? 24 എന്നെടുത്തെത്തി. യെസ്, ഇനി എന്താണ് ചെയ്യുക? ഇനി ചെയ്യാനുള്ള വഴി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലേ. യെസ്, ഇവിടെ എന്ത് ഉപയോഗിക്കാം? നമുക്ക് വർഗ്ഗത്തിക ഉപയോഗിക്കാം. വർഗ്ഗം തികഞ്ഞിരിക്കുകയാണോ അവിടെ? അല്ല, വർഗ്ഗത്തിക നടത്തേണ്ട ആവശ്യമില്ലേ? അപ്പം എന്താണ് വർഗ്ഗത്തിക? എന്തിനാണ് വർഗ്ഗത്തിക ഉപയോഗിക്കുന്നത്? അതായത് വർഗ്ഗം തികയാത്ത അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സംഖ്യ അല്ല, ഒരു നിശ്ചിത സംഖ്യ എന്ത് ചെയ്യും? ആഡ് ചെയ്തു, 2 സ്ഥലത്തും കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ വർഗ്ഗം തികയ്ക്കുന്ന രീതിയാണത് വർഗ്ഗത്തികവ്. അങ്ങനെ കൂട്ടുന്ന സംഖ്യ ഏതായിരിക്കും നമ്മൾ പറഞ്ഞത്? എക്സിൻ്റെ ഗുണോത്തരത്തിൻ്റെ പകുതിയുടെ വർഗ്ഗം ഇരുവശത്തും കൂട്ടണം. അപ്പോൾ കൂട്ടി വെക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലേ? 2 അല്ലേ? ഇപ്പോൾ 2ൻ്റെ പകുതി ൻ്റെ സ്ക്വയർ 2 സ്ഥലത്തും കൂട്ടുന്ന 24 പ്ലസ് 2/2 ഹോൾ സ്ക്വയർ. എന്താണ് ഈ 2/2 ഹോൾ സ്ക്വയർ വെച്ചാൽ? ഒന്നല്ലേ? 2/2 ചേർത്ത് 1 അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ. ഇവിടെയോ 24, 1 സ്ക്വയർ വെച്ചാൽ 1 അല്ലേ? ഇവിടെ 1 സ്ക്വയർ ചെയ്ത് അവിടെ അത്രയും ചെയ്ത അപ്പോൾ എത്ര കിട്ടി? 25 കിട്ടി ഇവിടെ. ഇനി ഇതെങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാനാകാം? ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാണോ? അതായത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണോ ഇതുണ്ട്? അല്ല കേട്ടോ. ഏത് രൂപത്തിലാ? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ രൂപത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, a മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലേക്കല്ലേ എന്ന് ചുരുക്കി എഴുതാനാകുക അല്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ആ രൂപത്തിലേക്ക് ചുരുക്കി ചെയ്യുന്നു. ആ രൂപത്തിൽ ചുരുക്കി ചെയ്യുമ്പോൾ എന്തായിരിക്കും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. മനസ്സിലായോ? എക്സ് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട് ഉറപ്പിച്ചോളാം. എന്താണ് അത്? a മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലേക്കാണ് എഴുതേണ്ടത്. എക്സ് മൈനസ് ഇവിടെ 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇനി എളുപ്പമല്ലേ? നീ സ്ക്വയർ ഒഴിവാക്കണം. ഇവിടെ 2 എടുത്ത് റൂട്ട് എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? എക്സ് മൈനസ് 1 സമം 5 ഓർ -5. ഇനി എക്സ് സമം എന്തായിരിക്കും? -1 അങ്ങോട്ട് പോകുമ്പോൾ 5 പ്ലസ് 1 6 ഓർ -5 പ്ലസ് 1 അതായത് -4. 2 ഉത്തരം കിട്ടി. ഇതിലേതാണ് നമ്മൾ എന്താക്കി? നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഈ പാദവും ഉയരൊക്കെയല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത് അല്ലേ? നോക്കിക്കോട്ടെ. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കും? വശങ്ങളുടെ നീളമാണ് ചോദിച്ചത്. പാദവും മാത്രമല്ല, എന്താണ് വശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പാദവും ഈ 2 വശങ്ങളും. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ പാദം നമുക്ക് എക്സിൻ്റെ വിലയായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ -4 നമുക്ക് എടുക്കാനാവുമോ? ഇല്ല, -4 നമുക്ക് എടുക്കാനാവില്ല. കാരണം എന്താ? കാരണമൊന്നുമില്ല. എന്താണ്? നെഗറ്റീവാണ് വില. നെഗറ്റീവ് വില നമ്മൾ ഒരിക്കലും നീളത്തിൽ പറയുന്നില്ല. അപ്പോൾ 6 ആണ്. അപ്പോൾ പാദം എത്രയാണ്? 6 മീറ്ററാണ്. പാദം എത്രയാണ്? 6 മീറ്ററാണ്. തന്നെ ഇനി ബാക്കിയുള്ള ഈ വശങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുക? ഇത്രയും വന്നിട്ട് ഇനി അത് കണ്ടുപിടിക്കാൻ വലിയ വിഷമമുണ്ടോ? ഇല്ല. സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും പാദത്തിന്. അപ്പോൾ
അപ്പം 6 എന്നുള്ളതാവും 3 3 ആകുമല്ലോ അവിടെ. എന്നാൽ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 2 കുറഞ്ഞതാന്നാ പറഞ്ഞത് അല്ലേ? ഉയരം നടന്നായിരിക്കും 2 കുറഞ്ഞല്ലേ? അപ്പോൾ 6 2 കുറഞ്ഞ എത്രയാണ്? 4. ഇവിടെ ഒരു മട്ടത്രികോണം ശ്രദ്ധിച്ചു നമ്മൾ, ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ 3 4 അതിൻ്റെ ലംബവും പാദവും ആയി വരുന്ന ഒരു മട്ടത്രികോണം ഉണ്ടല്ലോ. കർണം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം? സമപാർശ്വ ത്രികോണത്തിൻ്റെ വശമല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക. ഞാൻ ഇതൊന്നും അയച്ച ആളാണ്. ഇവിടെയാണ് കേട്ടോ ഇന്ന് ഇതിൻ്റെ ബാക്കി. അങ്ങനെ കണ്ടുപിടിക്കുക. ലംബം സ്ക്വയർ സമന്താണ്? ലംബം സ്ക്വയർ അല്ല, സോറി, നമുക്കിവിടെ കർണമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം കർണം സ്ക്വയർ സമന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പം എന്തായിരിക്കും? യെസ്. അപ്പം 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അതായത് 9 പ്ലസ് 16 സമത്തിന് 25 തരാൻ കർണം സ്ക്വയർ ആണ്. അപ്പം കർണം എന്തായിരിക്കും? 5 ആയിരിക്കും. റൂട്ട് 25 5 ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഇവിടെ 5 കിട്ടും, ഇവിടെ 5 കിട്ടും. ഇവിടെ എത്ര കിട്ടുക? 6 കിട്ടും. 5 മീറ്റർ ആണേ. ഓക്കെ. ഞാനിതിങ്ങനെ എഴുതി നോക്കരുത്, നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് എഴുതി എന്താ പറയുക, ഇങ്ങനെ മേലെ താഴ്ന്നതാണ്ട് കൃത്യമായിട്ടൊരു ഓർഡർ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ എന്താണ് കർണം എന്ന് മാത്രം കേൾക്കാതെ എന്താണ് ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ മറ്റു വശങ്ങൾ ഏതൊക്കെയാണ്? 6 5 5. മറ്റു വശങ്ങളല്ല, 3 വശങ്ങൾ ഏതൊക്കെയാണ്? 6 5 5 ഇവയാണ്. നിങ്ങൾ വരുന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കാം. സംശയമുണ്ടോ? ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഉറപ്പല്ലേ? സംശയമൊന്നുമില്ല? ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ അടുത്ത ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു ചോദ്യം കൂടി ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അതിലൊരു ചോദ്യം കൂടി ബാക്കിയില്ലേ? അത് ചോദിക്കുന്നതാണ് എക്സാമിനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുമല്ലേ ഇതിൻ്റെ, ഞാനിത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നു, പെട്ടെന്ന് വായിച്ചാളും കുറച്ച് കഴിഞ്ഞിട്ട് വായിച്ചാളുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം ഒരു വട്ടം ഈ ക്ലാസ് മൊത്തം ഒന്ന് കാണാം. ശേഷം 2ാമത്തെ വട്ടം കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലുണ്ടാവണം. ഒരു ഓർഡറിൽ നിങ്ങൾ ആ നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. 2ാമത്തെ വട്ടം കാണുമ്പോൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ വട്ടം എന്ത് ചെയ്യുക? ക്ലാസ് നന്നോളം കാണാം. എന്നപ്പോൾ നോട്ടൊന്നും എഴുതിയെടുക്കാൻ നിൽക്കണ്ട. ഓക്കെ. 2ാമത്തെ വട്ടം വീണ്ടും കാണുമ്പോൾ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. നിങ്ങളങ്ങനെ തന്നെ ചെയ്യുന്നെങ്കിൽ അറിയാം. അപ്പോൾ 86ാമത്തെ പേജിലെ 6ാമത്തെ ചോദ്യമാണ് ഇനി നോക്കുന്നത്. 6ാമത്തെ ചോദ്യം ലേശം ആപ്ലിക്കേഷൻ ലെവലായ ചോദ്യമാണ്. അപ്പം എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ നോക്കുക, ഞാനൊന്ന് വായിക്കുകയാണ്. 2.6 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ ചാരി വെച്ചിരിക്കുന്നു. കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിൻ്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര ദൂരമാണ് മുന്നോട്ട് നീക്കിയത്? ഇതാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? ഒരു ചുമരുണ്ട്. ഇതാണ് തൽക്കാലം ആ ചുമരെന്ന് വിചാരിക്കാം. ഞാൻ ഭയങ്കര ചിത്രകാരനായതുകൊണ്ട് ചിത്രമൊക്കെ അടിപൊളി വയ്ക്കും. ഓക്കെ. ഇതൊരു ചുമരാണ് കേട്ടോ. ആ ചുമരിൻ്റെ ഉള്ളുന്നുണ്ട് ഒരു കമ്പ് ചാരി വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ കമ്പ്. ഒരു കമ്പ് അവിടെ അങ്ങനെ ചാരി വെച്ചിരിക്കുക. ഓക്കെ. ഇനി ഈ കമ്പിൻ്റെ നീളം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2.6 മീറ്ററാണ് ഇതിൻ്റെ നീളം. 2.6 മീറ്റർ നീളമുള്ള കമ്പ് ചുവടിരിക്കുന്നു. കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. ചുവട് എന്ന് പറയുമ്പോൾ അടിഭാഗം അല്ലേ? ഇവിടെ എത്രയാണ്? ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. എത്രയാണ്? 1 മീറ്റർ അകലെയാണ്. ഇതിൻ്റെ നീളം 2.6 ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ കമ്പിൻ്റെ ഈ ഭാഗം നമ്മൾ കുറച്ചിങ്ങോട്ട് നീക്കുകയാണ്. കുറച്ച് മുൻപോട്ട്, അടിഭാഗം കുറച്ച് മുൻപോട്ട് നീക്കുന്നു. ഇങ്ങോട്ട് നീക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കമ്പിൻ്റെ ഈ പോർഷൻ അവിടെ തന്നെ അങ്ങ് നിൽക്കുമോ? ഇല്ല. ഇത് എലാസ്റ്റിക് കമ്പൊന്നല്ലല്ലോ, വലിഞ്ഞിരിക്കാൻ ഇല്ല. എലാസ്റ്റിക് കമ്പൊന്നല്ല, ഒരു വടിക്കഷ്ണമാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നീക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഈ മുകളിലത്തെ ഭാഗം എന്ത് ചെയ്യും? താഴോട്ട് നീങ്ങൂലേ?
ഇതിങ്ങനെ നീക്കി കുറേ അങ്ങ് നീക്കി പോയാൽ നീക്കും അത് താഴെ വീണ് കിടക്കും അല്ലേ. അപ്പം ഇത് നീക്കുന്നതിനനുസരിച്ചാണ് ഇത് താഴോട്ട് വരുന്നത് അല്ലേ. നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ എന്ത് ചെയ്യുക, ഇതേപോലെ ചുമലൊരു കമ്പ് ചാരി വെച്ചിട്ട് അടിഭാഗമെല്ലാം നീക്കി വെക്കുമ്പോൾ മുകൾ ഭാഗം നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പം നീങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ നീക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് താഴോട്ട് വരും. ഓക്കെ അല്ലേ, ആ കാര്യം ക്ലിയർ അല്ലേ. ഇനി നമ്മൾ എത്രയാണോ നീക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എത്രയാണോ ഒരു 10 സെൻറ്റിമീറ്റർ നീക്കി വെച്ചോ, ഇവിടെ നമ്മുടെ ഒരു 10 സെൻറ്റിമീറ്റർ നീക്കിയെങ്കിൽ അതിനനുസരിച്ച് ഒരു 10 സെൻറ്റിമീറ്ററാണ് ഇത് ഉണ്ടാകുക എന്ന് നമ്മളോട് ചോദിച്ചാൽ തന്നിട്ടുണ്ട്. നമ്മൾ എത്രയാണോ നിൽക്കുന്നത് അതിന് അത്ര തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് നിൽക്കുന്നത് നമ്മളോട് ചോദിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് എത്രയാണോ നിൽക്കുന്നത് വെച്ചാൽ അത്ര തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴോട്ട് നീങ്ങുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് നീക്കി ഇവിടെ അത്ര തന്നെ നീങ്ങിയെങ്കിൽ എത്ര ഭാഗമാണ് നമ്മൾ മുന്നോട്ട് നീക്കിയത് എന്നാണ് ചോദ്യം. മുന്നോട്ട് നീക്കി എത്ര ഭാഗം ചോദ്യം, അടിപൊളി ചോദ്യം അല്ലേ. അങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനൊരു പേരൊക്കെ കൊടുക്കുകയാണ്. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് കൊടുത്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ നീക്കുന്നതിൻ്റെ മുന്നേ, ഈ കമ്പൊക്കെ നീക്കി പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ AC അതായത് ഈ ചുവടിൽ നിന്ന് ഈ കമ്പ് ചാരി വെച്ചിരിക്കുന്ന ഈ അറ്റം കണ്ടോ നമ്മൾ, അവിടെ വരെയുള്ള ഒരു നീളം ഉണ്ടല്ലോ, കുത്താനുള്ള നീളം, ചുമരിൻ്റെ നീളം, ആ നീളം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനാകുക, ഈ AC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാകുക. കാരണം ഈ ചുമര് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചുമരാണ്, അല്ലാതെ ഇറ്റലിയിലെ പിസാ ഗോപുരം പോലെ ചരിഞ്ഞ ഒരു ചുമരല്ല. അതുകൊണ്ട് തന്നെ ഇതെപ്പോൾ എന്തായിരിക്കും, 90 ഡിഗ്രി കുത്തനെയാണ് നിൽക്കുക. ഓക്കെ, ഇത് എപ്പോഴും 90 ഡിഗ്രി കുത്തനെയാണ് നിൽക്കുക. ആ 90 ഡിഗ്രി നിൽക്കുന്നതുകൊണ്ട് എന്തായിരിക്കും, ഇവിടെ ഒരു ലംബം, ഒരു ഒരു ഇതെല്ലോട് ചേരുമ്പോൾ ഒരു മട്ടത്രികോണം ഉണ്ടായതായി കാണുന്നില്ലേ, ഉണ്ടായതായി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വശം നമുക്കിത് AB അറിയാം, BC അറിയാം, AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, AC സ്ക്വയർ സമം എന്തായിരിക്കും, BC സ്ക്വയർ മൈനസ് AB സ്ക്വയർ. ശരിയല്ലേ, ചെയ്ത് നോക്കാം അല്ലേ. BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.6 സ്ക്വയർ, 2.6 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ആൻഡ് 2.6 സ്ക്വയർ എത്രയാണോ, 2.6 സ്ക്വയർ എത്രയാണ്, 26 സ്ക്വയർ എത്രയാണ്. അതിനാണ് നമ്മളിത് പറയുന്നത്, നമ്മളോട് 30 വരെ സാധനം പഠിച്ചു വെക്കാൻ പറഞ്ഞല്ലേ. യെസ്, അപ്പം അത് പഠിച്ചവർക്ക് അറിയാം. അപ്പം എത്രയാണെന്ന് വെച്ചാൽ 26 സ്ക്വയർ വെച്ചാൽ 676. അപ്പം 2.6 എത്രയായിരിക്കും, 6.76 ആയിരിക്കും കേട്ടോ, 6.76 ആയിരിക്കും. കുറയ്ക്കണം 1 സ്ക്വയർ 1 തന്നെയാണല്ലോ. അപ്പോൾ എത്ര കിട്ടി, 5.76 കിട്ടി. ഏത്, AC സ്ക്വയർ 5.76 ആണ്. ശ്രദ്ധിക്കണേ. ഇനി AC ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. AC കാരണം എന്തായിരിക്കും, √5.76. ഇങ്ങനെ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ ദശാംശം ഒന്ന് ഒഴിവാക്കി നോക്കുക. ദശാംശം ഒഴിവാക്കി നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, 576. 576, അതായത് ഈ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുമ്പോൾ ആ ദശാംശം ഒഴിവാക്കിയിട്ട് ആ സംഖ്യയ്ക്ക് ഒരു വർഗ്ഗമൂലം ഉണ്ടോ എന്ന് നോക്കുക. നോക്കിയേ, ഇതിനൊരു വർഗ്ഗമൂലം ഉണ്ടോ, തീർച്ചയായിട്ടും ഇതിനൊരു വർഗ്ഗമൂലം ഉണ്ട്. ഏത്, 576. യെസ്. ഇനി ശേഷം ദശാംശം നോക്കുക, ദശാംശം കഴിഞ്ഞിട്ട് സംഖ്യകളുടെ എണ്ണം നോക്കുക. 1, 2. അതായത് അങ്ങനെ ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിന് കൃത്യമായ റൂട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ അത് ഇരട്ട സംഖ്യയല്ല, 57.6 വിചാരിച്ചോ, അപ്പം എന്തായിരിക്കും, അപ്പം ഉണ്ടാവില്ല കേട്ടോ. 0.1 ഉള്ളൂ, ഒറ്റ സംഖ്യയാണ്, അപ്പം എന്തുണ്ടാവില്ല, ഇതിന് കൃത്യമായ വർഗ്ഗമൂലം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലാക്കിയോ. ആദ്യം എന്ത് ചെയ്യുക, ഈ ദശാംശം ഒഴിവാക്കി നോക്കുക, ഈ സംഖ്യയ്ക്ക് വർഗ്ഗമൂലം ഉണ്ടോ. ഉണ്ട്. ഇതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്, 24 ആണ്. 576 വർഗ്ഗമൂലം 24 തന്നെ. ആ ദശാംശം ചേർത്ത് വെച്ച് നോക്കുക, എത്ര സ്ഥാനമുണ്ട് ഇങ്ങോട്ട്, എത്ര സ്ഥാനമുണ്ട്. ആ ദശാംശം കഴിഞ്ഞുള്ള സംഖ്യകളുടെ എണ്ണം ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ ആ ദശാംശ സംഖ്യയ്ക്ക് എന്തുണ്ടാവുള്ളൂ, വർഗ്ഗമൂലം ഉണ്ടാവും. ഒറ്റ സംഖ്യ വെച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇരട്ട സംഖ്യ ആണല്ലോ, എത്രയാണ്, 1, 2 സ്ഥാനങ്ങളല്ലേ ഉള്ളത്. യെസ്, അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ വർഗ്ഗമൂലമുണ്ട് 24 നമ്മളെ. ഇനി 24 ആയിക്കോ, അല്ല, ഇനി പോയിന്റ് ചേർക്കണം. ഇങ്ങോട്ട് എത്ര സ്ഥാനമാണോ ഉള്ളത് വെച്ചാൽ അതിൻ്റെ പകുതി ചേർത്തിട്ടാണ് പോയിന്റ് എടുക്കുന്നത്. ഇതിൻ്റെ പകുതി എടുക്കാം.
1 2 അല്ലേ, അപ്പോൾ പകുതി എത്രയാണോ 1. അപ്പോൾ ഒരു സാധനം ഇവിടെ മാറിയിട്ട് എന്ത് ചെയ്യുക, പോയിൻ്റ് ആയി ചേർത്ത് കൊടുക്കുക. 2.4 ആയിരിക്കും എ സിയുടെ നീളം എന്ന് പറയുമ്പോൾ 2.4 മീറ്റർ. മനസ്സിലായിക്കല്ലോ. പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ട് നോക്കി, അതായത് അക്കങ്ങളുടെ എണ്ണം നോക്കി. ആ എണ്ണത്തിൻ്റെ പകുതി എടുക്കുന്നു. ആ പകുതി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് അതിന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2.4 കിട്ടി. മനസ്സിലായി വിചാരിക്കുന്നേ. ഓക്കെ, അപ്പോൾ എ സി ഇടുന്നുള്ള 2.4 ആണ്. ഇനിയാണ് നമ്മളെ പരിപാടി. എന്ത് പരിപാടി? നമുക്ക് ഒരാവശ്യമില്ലാതെ നമ്മൾ പരിപാടിയിലെന്നാണ് നീട്ടുന്നത്. ഇത് കുറച്ചും ഇങ്ങോട്ട് നീക്കുക അല്ലേ. അപ്പം നീക്കുന്ന, അപ്പോൾ ഞാനത് ഇതാണ് നീക്കിയപ്പോൾ ഉണ്ടായത്. നീക്കിയപ്പോൾ ഇവിടെ അതേപോലെ തന്നെ നീങ്ങല്ലോ അല്ലേ, ഇവിടെ നീട്ടി. ഇനി നീക്കുന്ന ദൂരം അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം നമ്മൾ എക്സ് എന്നെടുത്തു. കണ്ടുപിടിക്കാനുള്ള സാധനം എന്താക്കിയെടുത്തു, എക്സ് എന്നെടുത്തു. അപ്പോൾ ഇതൊന്നും തന്നെയാണ് എക്സ് ആയിരിക്കുമല്ലോ. ഇതൊന്നും തന്നെ ആയിരിക്കും എക്സ് ആയിരിക്കും. മനസ്സിലായോ? ഇതൊന്നായിരിക്കും എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇനി നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ വീണ്ടും എന്തെടുത്തു, ഞാൻ പേരുകൾ കൊടുക്കുകയാണ്. ഞാൻ എന്തെടുത്തു, ഇവിടെ പി എന്ന് കൊടുത്തു. ഇത് പി ആണ്. ആൻഡ് ഇവിടെ ക്യൂ എന്ന് കൊടുത്തു. ഓക്കെ, പി ക്യൂ എന്ന് പറയുന്നത് ഈ കമ്പനി ആയിരിക്കുമല്ലോ. ബി സി എന്ന് പറയുന്നതും പി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതിക്കാം, പി ക്യൂ സമം ബി സി സമം 2.6 മീറ്റർ ആയിരിക്കണം. കാരണം ഒരേ കമ്പനിയാണ്. ഇവിടെ എക്സ് എടുത്തു, നീക്കുന്ന ദൂരം എക്സ് ആക്കി എടുത്തു. ഇനി നിങ്ങൾ പറ, അപ്പോൾ എ പി എത്രയായിരിക്കും? എ സി 2.4 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കണേ, ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാണ്, 2.4 ആണ്. നമുക്ക് വേണ്ട എത്രയാണ്, ഇതാ ഇവിടെ വരെ എക്സാന്ന് പറഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ ഈ ബാക്കി ഭാഗം, ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഭാഗം എന്തായിരിക്കും, ടോട്ടൽ 2.4 ഈ എക്സാം കുറച്ചാൽ പോരെ. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാണ്, 2.4 മീറ്റർ നീളമാണെങ്കിൽ ഇവിടെ വരെ എക്സ് മീറ്റർ നീളമാണ്. അപ്പോൾ ഇത് ഈ ടോട്ടലിൽ നിന്ന് ഈ എക്സാം കുറച്ചാൽ ബാക്കി ഈ ഭാഗത്തിൻ്റെ ആയില്ലേ. യെസ്, അതുകൊണ്ട് എന്തായിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താനാവും, എ പി സമം എന്ത് ചെയ്താം, 2.4 കുറയ്ക്കണം എക്സ് നീ. എ പി സമത്തിലാണ് 2.4 കുറയ്ക്കണം എക്സ്. ഇനി അടുത്തതാ ഇവിടെ എന്തായിരിക്കും എന്നപ്പോൾ എ ക്യൂ എന്തായിരിക്കും, എ ക്യൂ ഇവിടെ വരെ 1 അല്ല അതിനുള്ളത്, 1നോട് എക്സ് കൂടിയല്ലേ. അപ്പോൾ എത്രയായിരിക്കും, 1 പ്ലസ് എക്സ്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ വീണ്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പി ക്യൂവിൻ്റെ നീളവും ഈ കമ്പിൻ്റെ നീളവും സെയിം ആണല്ലോ, 2.6 കിട്ടണമല്ലോ. അപ്പം നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ ഇത് എഴുതാൻ പോവുക കേട്ടോ. നോക്കിയേ, നിങ്ങളിതവിടെ പി എ ക്യൂ എന്ന് പറഞ്ഞൊരു മട്ടത്രികോണം കണ്ടോ അല്ലേ. വീണ്ടും ഒരു മട്ടത്രികോണം തന്നെയല്ലേ കിട്ടുന്നത്, പി എ ക്യൂ. അപ്പം ത്രികോണം പി എ ക്യൂ പരിഗണിക്കുന്നു. ത്രികോണം പി എ ക്യൂ പരിഗണിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ത്രികോണം പി എ ക്യൂ പരിഗണിച്ചാൽ യെസ്, അവിടെ പി എ എത്ര, പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതായത് ഈ പി ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ എന്ന് പറയാം പി എ സ്ക്വയർ പ്ലസ് എ ക്യൂ സ്ക്വയർ എന്ന് പറയാം. പി എ സ്ക്വയർ പ്ലസ് എ ക്യൂ സ്ക്വയർ അല്ലേ, പറഞ്ഞൂടെ, പി എ സ്ക്വയർ പ്ലസ് എ ക്യൂ സ്ക്വയർ. ആൻഡ് പി എ എന്താണ്, പി എയുടെ പി എന്ന് പറഞ്ഞാൽ എ പി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, പി എത്രയാണ്, 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എ ക്യൂ എന്താണ്, 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനിയാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ ഇതിനെന്ത് ചെയ്യാനാണ്, വിപുലീകരിച്ച് എഴുതാൻ പോവാണ്. ഇത് 2.4 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിനാണ്. വിപുലീകരിച്ച് എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതാനാകുക, എ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലേക്ക് എഴുതാൻ പോവുകയാണ്. വളരെയധികം ശ്രദ്ധിക്കണേ, ഇതിലൊക്കെ തിരിഞ്ഞു പോവുക. ആൻഡ് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, എന്താണ്, പി ക്യൂ സ്ക്വയർ എത്രയാണ്, 2.6 സ്ക്വയർ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം അത് തൽക്കാലം ഞാൻ എടുക്കുന്നത് 2 ഇതിനെ മാറ്റി ചെയ്താണ്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുക 2.4 ഒരു ബ്രാക്കറ്റിലൊക്കെ ആക്കിയിട്ട് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ്. മനസ്സിലായോ? 2ab എന്നാണ് ഉദ്ദേശിച്ചത്. മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുന്ന പോലെ 2 ഇൻറ്റു എന്റെ സ്ഥാനത്ത് 2.4, ബിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ്
എക്സ് സ്ക്വയർ. ഓക്കെ, ഈ പ്ലസ് ആണ് ഇവിടെ ഞാൻ ഇവിടെ ഇട്ടത്. 1 + x ഹോൾ സ്ക്വയർ അതൊന്ന് പറഞ്ഞോ. 1 സ്ക്വയർ പ്ലസ് 2 × 1 × x 2 × 1 × x പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് ആണ്, മനസ്സിലായോ? 1 + x ഹോൾ സ്ക്വയർ വിപുലീകരിച്ച് എഴുതിയാണ് കേട്ടോ. യെസ്, ഇവിടെ ഈ 2.6 ഉണ്ട്. നമ്മുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ മടിച്ചു കുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ട് മുമ്പ്. 2.4 ഹോൾ സ്ക്വയർ എത്രയാ? 2.4 ഹോൾ സ്ക്വയർ എത്രയാ? യെസ്, എത്രയാണ്? 5.76 മൈനസ് 2 × 2.4. 2.4 ഇന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എത്രയാണ്? 4.8. അപ്പം 4.8x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയറിന് എത്രയാണോ? 1 പ്ലസ് 2 × 1 × x എത്രയാണ്? 2x പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? ദെൻ 5.76 ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാലോ? ഇപ്പോൾ എത്ര കിട്ടും? 6.76 കിട്ടും. രണ്ടോട് കൂട്ടി ഇനി -4.8x 2x ഉണ്ട്. -4.8x 2x -4.8x 2x -4.8x പ്ലസ് 2x എന്തായിരിക്കും ഉണ്ടാകുക? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ലേ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിനെ ചേർക്കുക. 4.8 2 കുറയ്ക്കുന്നു. എത്രയാണ്? 2.8. അതിൽ നിന്ന് നെഗറ്റീവ് എടുത്താലോ? -2.8 -2.8x. ഓക്കെ, ഇനി എക്സും ഒക്കെ പ്ലസ് ആണ്. അതുകൊണ്ട് എന്താണ്? 2x സ്ക്വയർ സമം ഇവിടെ എന്തുണ്ട്? 2.6 ഹോൾ സ്ക്വയർ ഉണ്ടായല്ലോ. എന്താണ് മക്കളെ 2.6 ഹോൾ സ്ക്വയർ എത്രയാ? 2.6 ഹോൾ സ്ക്വയർ എത്രയാണ്? 6.76 ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? സമത്തിൻ്റെ രണ്ട് വശത്ത് എന്തുണ്ട്? 6.76 ഉണ്ട്. നോക്കിയാൽ ഇവിടെ എന്തുണ്ട്? 6.76. അപ്പോൾ ഈ 6.76 ഈ 6.76 സമത്തിന് ഇരുവശത്തും തുല്യ പദങ്ങളുടെ എന്തായിപ്പോവും? വെട്ടിപ്പോകും. അപ്പോൾ ഇത് രണ്ടും എന്തായിപ്പോയി? വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ വെട്ടിപ്പോയ ബാക്കി എന്താണുള്ളത്? 0. എന്താണുള്ളത്? 0 അല്ലല്ലോ. രണ്ട് ഭാഗത്ത് എന്താ? ഇവിടെ 0 ഉണ്ടാവും. യെസ്, ഇവിടെ എന്തുണ്ടാവും? ഇവിടെ എന്തായിരിക്കും? 0 അല്ലേ ഉണ്ടാകുക? അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി പ്ലസ് 2x സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 2.8x ഇങ്ങനെ കിട്ടിയ അവസാനം ഞാൻ ഒരു ഓർഡറിലാക്കി ഇങ്ങനെ ചെയ്താണ്. 2x സ്ക്വയർ മൈനസ് 2.8x സമം 0 എന്ന നിലയിലെത്തി. ഇതുവരെ എത്തിച്ചു. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് നല്ലോണം ശ്രദ്ധിക്കണം. എഴുതിയൊക്കെ ക്ലിയർ ആയണം ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ഇനിയാണ് പരിപാടി നോക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ഫോർമാലെത്തിയാൽ ഇവിടെ നമുക്ക് വർഗത്തിക്ക് കൊടുക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. 2x സ്ക്വയർ മൈനസ് 2.8x സമം 0. ഈ സമവാക്യം വർഗത്തികവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ആ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുമോ? കഴിയില്ല. ഈ രൂപത്തിൽ കഴിയില്ല. അതായത് നമ്മൾ വർഗത്തികവ് എപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഗുണോത്തരം എപ്പോൾ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഗുണോത്തരം 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മാത്രമേ വരാൻ പാടുള്ളൂ. വെറും എക്സ് സ്ക്വയർ എന്ന് മാത്രം എഴുതി അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഗുണോത്തരം ഇവിടെ 1 ഉണ്ട് എന്നാ. അതായത് വെറും എക്സ് സ്ക്വയർ ആയിരിക്കണം. വർഗത്തികവ് ചെയ്യണയുള്ള കാര്യമാണ് പറയുന്നത്. വർഗത്തികവ് നമ്മൾ ഒരു സൂത്രവാക്യത്തിൽ ഒരു സമവാക്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അവിടെ എന്തായി കണ്ടീഷൻ എന്താണ്? അവിടെ എക്സ് സ്ക്വയർ എന്ന് മാത്രമേ ഉണ്ടാവൂ. ഇവിടെ എക്സ് എന്ന് ഞാൻ പറയുന്ന ഒരു ചരമാണ്. എക്സ് വൈ സെറ്റ് എന്താണെങ്കിലും ആ ചരത്തിൻ്റെ സ്ക്വയർ എന്ന് മാത്രമേ ഉണ്ടാവൂ. മറിച്ച് അവിടെ വേറെ സംഖ്യകൾ, അതായത് ഗുണോത്തരം 1 അല്ലാതെ വേറെ ഒരു സംഖ്യ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സംഖ്യ ഉണ്ടായിരിക്കെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? വർഗത്തികവ് ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വർഗത്തികവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ 2 ഇവിടെ എന്താക്കണം?
ഒന്നാക്കി മാറ്റണം. 2 ഒന്നാക്കി മാറ്റുക പറയുമ്പോൾ 2 കൊണ്ട് ഹരിക്കല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമവാക്യത്തിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് എന്താ ചെയ്യാനാകുമോ? ഇല്ല. നമ്മൾ ഈ സമവാക്യത്തിനെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഹരിക്കുക? എന്തുകൊണ്ട് ഹരിച്ചാടുകയാണ്? 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. സമവാക്യത്തിനെ മൊത്തത്തിനെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഹരിക്കുന്നു. 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും? 2x² / 2 മൈനസ് 2.8x/2 സമം 0/2. ഈ രൂപത്തിലാണ് വരിക. ഓക്കെ, ഇവിടെ വായിക്കുകയാണ്. ഇത് വലിയ ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ x² എന്ന് വന്നാൽ മാത്രം എന്നൊരു ഫോർമാറ്റിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാനാവുള്ളൂ? വർഗത്തികവ് നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ? ചെയ്യുവാൻ സാധിക്കുക ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാനാവില്ല? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ ചെയ്യാം. എങ്ങനെ? ആ സമവാക്യത്തിൽ നമുക്ക് വർഗത്തികവ് ചെയ്യാം. എന്താക്കിയാൽ മതി? ഈ x² കൂടുള്ള സംഖ്യയല്ലേ, ആ സംഖ്യനെ കൊണ്ട് ആ സമവാക്യം മൊത്തം ഹരിച്ചാൽ എന്തായിരിക്കും? ഇവിടെ x² മാത്രമാവൂലേ? അതാണ്ടോ ലോജിക്ക്? അതാണ്. x² കൂടെയുള്ള സംഖ്യനെ എന്ത് ചെയ്യുക? ആ സംഖ്യനെ കൊണ്ട് ആ സമവാക്യം മൊത്തം എന്ത് ചെയ്യുക? ഹരിച്ചാടാം. മൊത്തം ഹരിച്ചാളുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്താവും? x² മാത്രമാവും അല്ലേ? നോക്കിയാൽ ഇവിടെ ഈ 2 വെട്ടിപ്പോകൂലേ? അപ്പം എന്താവും? x² മാത്രമായി മൈനസ്. ബാക്കിയുള്ളടുത്ത് എന്ത് വന്നാലും പ്രശ്നമില്ല. ബാക്കിയുള്ളടുത്ത് ഇപ്പം ഭിന്നസംഖ്യ വന്നാലോ ദശാംശ സംഖ്യ വന്നാലോ ഒന്നൊരു വിഷയമല്ല. കാരണം എന്തായിരിക്കും? വർഗത്തികവ് ചെയ്യണമെങ്കിൽ x² മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ x² ഗുണോത്തരം 1 മാത്രമായിട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഈ x² മാത്രമായി നിൽക്കും. അതായത് x² മാത്രമാകുന്ന രീതിയിൽ എന്തുണ്ടാവുള്ളൂ? നമുക്ക് വർഗത്തികവ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പം എന്ത് കിട്ടി? 1.4x സമം 0 2 വെച്ചാൽ എത്ര? 0. ഇവിടെ നമുക്ക് ചെയ്യാനാവും. ഇവിടെ എങ്ങനെ ചെയ്യാനാകുക? ഇവിടെ എങ്ങനെ ചെയ്യാൻ നോക്കുക? x² മൈനസ് 1.4x ഇതിൻ്റെ പകുതി കൊണ്ടല്ലേ നമ്മൾ ഹരിക്കേണ്ടത്? പകുതിയുടെ വർഗം, അതായത് 1.4/2 ഹോൾ സ്ക്വയർ. ഇവിടെയും 0 കൂടുന്നു. 0 + 1.4/2 ഹോൾ സ്ക്വയർ. 1.42 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7² അല്ലേ? അപ്പോൾ x² മൈനസ് 1.4x പ്ലസ് 0.7² സമം എത്രയാണ്? 0.7² എത്രയാണോ? 0.7² എന്ന് പറഞ്ഞാൽ 0.49 കേട്ടോ. ഇതേ രൂപത്തിൽ എഴുതാം നമുക്ക്. x മൈനസ് 0.7 ഹോൾ സ്ക്വയർ സമം എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് എടുക്കാനായില്ലല്ലേ? എന്നിട്ട് 0.0 സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ x മൈനസ് 0.7 കിട്ടും. സമം എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് എത്രയാ? 0.7 അല്ലേ? അപ്പോൾ 0.7 ഓർ മൈനസ് 0.7. ഈ മൈനസ് 0.7 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? 0.7 പ്ലസ് 0.7 അല്ലേ? എത്ര കിട്ടും? 1.4 കിട്ടും. എത്ര കിട്ടും? 1.4 കിട്ടും. ഓർ ഇവിടെ മൈനസ് 0.7 അല്ലേ? ഓർ മൈനസ് 0.7 പ്ലസ് 0.7 എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ 1.4 കിട്ടും. എന്ത് കിട്ടും? 0 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നീക്കുന്നത് എന്തായിരിക്കണം? എത്രയായിരിക്കും? 0 നീക്കാൻ പറയുമ്പോൾ നീക്കുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കണ്ട. അപ്പോൾ നമ്മൾ നീക്കുന്നത് എത്രയായിരിക്കണം? എത്ര നീക്കിയാലാണ് ഇവിടെയും സെയിം ആയിട്ട് വരിക? ഇവിടെയുള്ള മാറ്റം സെയിം ആയിട്ട് വരപ്പാണ്. അതായത് 1.4 മീറ്ററാണ് നമ്മൾ ചുവടിൽ നിന്ന് മുൻപോട്ട് നീക്കുന്നത് വെച്ചാൽ മുകൾ ഭാഗത്തും 1.4 മീറ്റർ തന്നെ കുറയും. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ മുൻപോട്ട് ഇതാക്കേണ്ടത്? 1.4 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഏകദേശം വലിയ ചോദ്യമാണ്, വലിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആണ്. എൻ്റെ വർഗത്തികവ് എപ്പോഴാണ് ചെയ്യേണ്ടതുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ലാതെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ സാധനം തന്നെ 1-2 വട്ടം കാണുക, കണ്ട് മനസ്സിലാക്കിയ ശേഷം നോട്ട് ചെയ്താൽ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പം ഇന്നെടുത്ത ഭാഗങ്ങളെല്ലാം വൃത്തിക്ക് നോക്കുക. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും തരുന്നില്ല, വർക്കൊന്നുമില്ല. എന്താ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നെടുത്ത ആ ചോദ്യം ഉണ്ടല്ലോ, അവസാനം എടുത്ത ചോദ്യമൊക്കെ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 1-2 വട്ടം എഴുതി തന്നെ പഠിക്കുക.
ഓക്കെ, കണ്ടു നോക്കുക. കണ്ടിരുന്നിട്ട് ആ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം അവിടെ എഴുതി വെക്കുക. ജസ്റ്റ് കണ്ടങ്ങനെ മനസ്സിലാക്കുക. ഞാൻ ഓരോട്ടം പറഞ്ഞിട്ടുണ്ട്, സംശയമുള്ള ഭാഗമൊക്കെ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ആൻഡ് അത് വീണ്ടും എന്ത് ചെയ്യുക, ക്ലിയർ ആയിക്കൊണ്ട് ഏറ്റവും എന്താ പറയുക, എല്ലാം സംശയവും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. വെറുതെ കോപ്പി അടിക്കാതെ മനസ്സിലാക്കി എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പം ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.